ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് പോയപ്പം എടുത്തിരുന്നൊരു വീഡിയോ കേട്ടോ. കോഴിക്കോട് നിന്ന് കോഴിക്കോടൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ്. ഞാനത് കുറേ ദിവസമായി എഡിറ്റ് ചെയ്തിടണമെന്ന് വിചാരിക്കണേ. അങ്ങനെ ഇത് നല്ല കോഴിക്കോടൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി കോഴിക്കോടൻ ബിരിയാണിയാണ്. ഇത് ഞാനൊരു 7 സവാള എടുത്തേക്കുന്നത്. 7 സവാള എന്നൊരു ഒരു 2 സവാള അതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവൻ എടുത്തിട്ട് നന്നായിട്ട് സ്ലൈസാക്കി മുറിച്ചിട്ട് ഞെരടിയെടുത്ത്, അതായത് മസാല നല്ലോണം ഒരു കുറച്ചൊരു സോഫ്റ്റ് കുഴമ്പ് രൂപത്തിൽ കിട്ടുന്ന മസാല കേട്ടത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് വെക്കുന്നത്. പിന്നെ അതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ തക്കാളി ഇട്ട് ഈ സവാള നന്നായിട്ട് ഞെരടിയതിന് ശേഷം തക്കാളി ഇട്ട് പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത് മൊത്തം അരഞ്ഞു പോയി. അപ്പോൾ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞാൽ അതിട്ട് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് ചിക്കൻ ചിക്കൻ എന്ന് പറഞ്ഞാൽ 1 കിലോ ചിക്കനാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അത് ഇതിലേക്ക് 1 കിലോ അരിക്ക് 1 കിലോ ചിക്കൻ എന്ന കണക്കിനാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് എൻ്റെ ID കാർഡ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ പറഞ്ഞാൽ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട്, അപ്പോൾ അതേ ഞങ്ങൾ കിച്ചണിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ സ്മെല്ലടിച്ചിട്ടാണ് പൂച്ച വന്ന് നിൽക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു പൂച്ച അതിന് വന്നാൽ അതിൻ്റെ കുട്ടികളെ തിരഞ്ഞ് വന്നതാണ്. അപ്പോൾ അതിൽ കുട്ടികൾ മിസ്സിങ് ആണ്. അപ്പോൾ അതിന് അന്വേഷിച്ച് വന്നാൽ അങ്ങനെ നമുക്ക് തിരിച്ചങ്ങോട്ട് തന്നെ വരാം. അപ്പം അത് കഴിഞ്ഞ് ഞാൻ കുരുമുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഗരം മസാലപ്പൊടി പൊടിച്ചത് പൊടിക്കുന്നു. അതും കുറച്ചും കൂടെ അതിലേക്ക് ഇട്ട് ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ട് ഒരു ടീസ്പൂൺ ഇട്ടിട്ട് ഞാനത് ടേസ്റ്റ് നോക്കിയിട്ടാണ് പിന്നിട്ട് ആഡ് ചെയ്യുക. പിന്നെ ഉപ്പിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇങ്ങനെ പിന്നെ ഒരിച്ചിരി ഇതിട്ട് വിനാഗിരി, അങ്ങനെ ഇത്രയും ഐറ്റംസ് ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ ഈ ഇലകളില്ലേ അത് നല്ല കുനുകുന അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ ഒരു പാത്രത്തിൽ അടച്ചു വെച്ച് 1 മണിക്കൂർ അടച്ചു വെച്ച്. പിന്നെ അരി ഇത് കയമ അരി കേട്ടോ, ബിരിയാണിക്കൊക്കെ എടുക്കുന്ന അരിയാണ് കോഴിക്കോട് ഭാഗത്തേക്ക്. ഇത് എടുത്ത് അത് 1 കിലോ അരിയാണ് എടുത്തേക്കുന്നത്. അത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചിട്ട് നമ്മൾ ചോറിന് വേവിക്കുന്ന മാതിരി ഒരു 90% വേവാക്കി എടുത്തതിന് ശേഷം വാർത്ത് കുത്തുക ചെയ്ത്, അതായത് വെള്ളം ഒഴിച്ച് വറ്റിക്കാതെ വാർത്ത് കുത്തിയിട്ട് അങ്ങനെ ഞാൻ എന്നിട്ട് ഈ മസാല വേവിക്കുന്ന വെച്ചാൽ അതിന് മേലേക്ക് ദം കൊടുക്കുന്ന രീതിക്കാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഈ സവാള നല്ല ബ്രൗൺ ആക്കി വഴറ്റി വെക്കാനുള്ളത് മാറ്റി വെച്ച്, ഇത് ഞാൻ കുറച്ച് ബ്രൗൺ ആക്കി വെച്ച സവാള കുറച്ച് ഈ ചിക്കൻ വേവിക്കുന്ന മസാലയിലേക്ക് ഇടും, കുറച്ച് ചോറിൻ്റെ മേലെ വിതറാൻ എടുക്കുന്ന കേട്ടോ. പിന്നെ അതിലേക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം കൊണ്ട് അതും വഴറ്റിയെടുത്ത് കുറച്ച് നെയ്യ് കുറച്ച് ഡാൽഡ ഇത്ര ഐറ്റംസ് ചേർത്തിട്ടാണ് ഞാനത് വഴറ്റിയെടുത്തത് കേട്ടോ. അങ്ങനെ ചിക്കൻ അടുപ്പത്ത് വെച്ച് 1 വിസിലിന് വേവിച്ചെടുത്തതിന് ശേഷം അതിലൊരു തുള്ളി പോലും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. പക്ഷേ ഈ ഉള്ളിയുടെ വെള്ളം ഒത്തിരി ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വലിയ പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഇത് തട്ടി വെന്ത ചിക്കൻ തട്ടിയിട്ട് അതിൽ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തു. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതിൽ കൂടുതലായിപ്പോയി വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ഞാൻ വെച്ചിട്ടില്ല, പക്ഷേ ഓൾറെഡി ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണത്. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അടുപ്പത്ത് വെച്ച് അതിന് ശേഷം ഞാൻ ഈ 90% വെന്ത ചോറെടുത്തിട്ട് ഇതിൻ്റെ മേലേക്കിട്ട് ഈ മസാലയുടെ മേലേക്കിട്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കുറച്ച് സമയം ദമ്മ് കൊടുത്തിട്ട് ഒരിച്ചിരി സമയം, അതായത് അതിൻ്റെ മേലേക്ക് ചൂട് കയറി വരുന്ന ആ ഒരു സമയം മാത്രം സിമ്മിലാക്കിയിട്ടിട്ട് മേലെ വരെ ചൂടെത്തുന്ന പാകത്തിന് വരെ ആക്കിയിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ 1 മണിക്കൂർ അവിടെ തന്നെ വെച്ച് അങ്ങനെയാണ് ചെയ്തെടുത്തത് കേട്ടോ. എന്ന് വെച്ചാൽ രണ്ടും വെന്ത സാധനങ്ങളാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ ഇനി ചൂട് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ വെന്തലിഞ്ഞു പോകും ചോറൊക്കെ. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്ത് പിന്നെ അതേ ചോറ് സെപ്പറേറ്റ് ആക്കി വെക്കുക, പിന്നെ മസാല സെപ്പറേറ്റ് ആക്കി വെക്കുക. അങ്ങനത്തെ ബിരിയാണി ആയിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതായത് മിക്സ് ചെയ്ത് വരുന്നതിന് പകരം 2 മസാല സെപ്പറേറ്റ് റൈസ് സെപ്പറേറ്റ് അങ്ങനെ ആക്കി വെച്ചിട്ട് അങ്ങനെ റൈസ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് മസാല അതിൽ തന്നെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതേ നമ്മളെ പൂച്ചക്കൂട്ടം പിന്നെ തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പം അയാൾക്കൊരു ചെറിയ കുഞ്ഞി പീസ് ചിക്കൻ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു നുള്ളു പുറത്തോട്ട് കളയാറുണ്ട്. അങ്ങനെ അതും കളഞ്ഞ് അപ്പോൾ അതേ ആശാന് വിശക്കുന്നുണ്ട്, കുട്ടികളെ കാണും വേണം ആശാന്, അതാണ് പരിപാടി ആശാൻ്റെ. അപ്പോൾ അതേ ഞാൻ ഫസ്റ്റ് തന്നെ എടുക്കുന്ന ചോറ് നേർച്ച വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം എടുക്കുക കേട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എടുക്കാറ്. നല്ല നല്ല അതായത് സ്പെഷ്യൽ ഡിഷസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ അതെല്ലാം എടുത്ത് വിളമ്പി വെച്ച് പിന്നെ ഞങ്ങളും കൂടെ കഴിക്കാനിരുന്നു കേട്ടോ. അങ്ങനെ ബിരിയാണി നല്ല സൂപ്പറായിരുന്നു, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.